ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അത്തുനൈറ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മുടെ ഇൻട്രോ നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പോകുന്നത് വേറെ ആരുമല്ല, അഞ്ജലി പാലക്കലാണ്. അപ്പൊ അഞ്ജലി പാലക്കൽ നേരെ ക്യാമറ തിരിയട്ടെ. ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് കുഞ്ഞുവിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് കാർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഈ മുഖം നിങ്ങൾ എന്തായാലും കാണണം. ഇതാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു മുഖമാണ്. നല്ല ശരിയാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അപ്പൊ ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. അപ്പൊ ഞങ്ങൾ നേരെ റഹ്മത്തിലേക്കാണ് പോകുന്നത് ബിരിയാണി കഴിക്കാൻ. 2 തട്ടോ അതന്നെ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇനി റഹ്മത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. ബൈ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ നൈറ ബേബി എവിടെയെന്ന്. ഇവര് വിചാരിക്കണ്ടാവും നൈറ ബേബി എവിടെയെന്ന്. ഞങ്ങള് നൈറ ബേബിനെ ഇന്ന് വീട്ടിൽ അമ്മമ്മേന്റെ അടുത്ത് ആക്കിയതാണ്. അവളെ കൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പണിയൊന്നും നടക്കൂല. അതുകൊണ്ട് പിന്നെ കുറേ സ്ഥലത്ത് പോകാൻ എന്നെക്കൊണ്ട് ഒപ്പം അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞങ്ങൾ അവളെ വീട്ടിലാക്കിയിട്ട് നമ്മൾ ഇന്ന് മൂന്നർ സംഘം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. മൂവർ സംഘം. ഓ, മലയാളൊക്കെ അറിയൂലേ? തള്ളേനൊക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ക്ഷമിച്ചു ഗൈസ്, തള്ളയാണല്ലോ അതുകൊണ്ട്. അപ്പൊ നമുക്ക് കാണാം ഗൈസ്. ഞങ്ങൾ എങ്ങനെ ഓട്ടോയിലെത്തി കാറിന്ന് പറയൂ. ഞങ്ങള് ഇതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ വിജയിക്കുന്നത്. ഞങ്ങള് കാർ അവിടെ പാർക്ക് ചെയ്ത്, നമുക്ക് ഇവിടെ പാർക്കിംഗ് ഇല്ല റഹ്മത്തിന്. അപ്പൊ പാർക്കിംഗ് ഫുള്ളാണ്. ഇവിടെയോ ഇവിടെ കാർ കണ്ട എന്നാ ഫുള്ള് ഒന്നും കേക്കണ്ട. അപ്പൊ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങള് റഹ്മത്തിന്റെ ഓട്ടോയിൽ പോവാണ്. ഇങ്ങനെ ശക്തിയായിട്ടുണ്ടോ? അപ്പൊ ഞങ്ങള് ബിരിയാണി കഴിക്കാൻ പോട്ടെ. ശരി, അപ്പൊ റഹ്മത്തിലേക്ക് പോവാണെന്ന് അത്ര തിരക്കില്ല എന്ന് തോന്നുന്നു. നമ്മൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ സീറ്റ് പിടിക്കുന്നത് അതുപോലെയാണ് ഇപ്പം അവസ്ഥ. ഒരാൾ ഇരുന്നോന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സീറ്റ് പോകും. അതാണ് ഇപ്പം അവസ്ഥ. അപ്പൊ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ബിരിയാണി എത്തി ഗൈസ്. ബീഫ് ബിരിയാണിയാണ് ഞങ്ങളെല്ലാം ഓർഡർ ചെയ്തത്. ഞാനും അഞ്ജലി ഹാഫ്, ഈവൻ ഫുൾ. അപ്പൊ നമ്മൾ കഴിക്കട്ടെ. നമ്മൾ പിന്നെയും ഓട്ടോന് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഓട്ടോ വരുന്നുണ്ട്. ഓട്ടോ വന്നു. ഓവൺ ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിനി പുഴുങ്ങാനിടാം. ഇതാണ് കാർ പാർക്കിംഗ്. നോക്കല്ലേ, നാളെ പോയിക്കോളാം. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് പുഴയോരം എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ്. കോഴിക്കോട്ടില്ലേ. നമ്മൾ കുഞ്ഞുവിൻ്റെ ബർത്ത്ഡേന് വേണ്ടിയിട്ട് ഒരു വെഞ്ഞു ഇങ്ങനെ തപ്പി ഇറങ്ങിയതാണ്. അപ്പം രസമില്ല പ്രോപ്പർട്ടി ആട്ടോ. ഇതാ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളെ ഗസ്റ്റിനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. റോഡാണെങ്കിലും ചെറുതാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മളിത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ നല്ല രസമുണ്ട്. നല്ല കാറ്റും പുഴയും ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. നമ്മളെ വന്നൊരു ഊഞ്ഞാലും അവിടെ ഇരിക്കുക കേട്ടോ. എല്ലാ കാറ്റ് വെച്ച് നല്ല കാറ്റാ. പാലക്കൽ, അഞ്ജലി പാലക്കൽ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അഞ്ജലി പാലക്കൽ ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു. പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടത്? പക്ഷെ പ്രോപ്പർട്ടി ഓക്കെ ആണ്, ഇവിടെയൊക്കെ വൈബ് ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ഒരു വണ്ടി ഒരു കാറ് വന്നാൽ തിരിച്ച് വേറൊരു കാറ് വരാനുള്ള ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പം പിന്നെ ഈവനിങ് ആണ് പരിപാടി വെച്ചത്. അപ്പൊ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ കഥ പറയുന്ന പോലെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ അപ്പൊ നമ്മൾ അടുത്ത പ്ലേസ് തേടുന്നതായിരിക്കും, സെർച്ച് ചെയ്യും. നമ്മൾ വേറൊരു സ്പോട്ടും തപ്പി വന്നതാണ് ഗൈസ്. അവസാനം ഞങ്ങൾ ബീച്ചിലെത്തി. കോഴിക്കോട് ഒരു സ്ഥലമില്ല എന്നെങ്കിൽ തോന്നുന്ന ബർത്ത്ഡേ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട്. കുറേ ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഓപ്പൺ സ്പേസ് ഇല്ല. ഒരു ഓപ്പൺ സ്പേസ് ഇല്ല. നമ്മൾ നേരത്തെ ഇവിടെ എത്തി ബീച്ച്. ഇതൊരു പ്രോപ്പർട്ടി ആണ്, പോയി നോക്കാം.
പ്രോപ്പർട്ടി തപ്പി 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 ഇവർ ബീച്ചിൽ കളിക്കുകയാണ്. നമ്മുടെ ഗേറ്റ് ഇത് പൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകണം. ഹലോ ഗായ്സ്, നമ്മള് എന്താ പറയാ, ഒരു സ്ഥലം തപ്പി 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 ഞങ്ങൾ കുഴങ്ങി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. കിടന്നുറങ്ങി. അതാണ് ഈ കോലം. ബിരിയാണി സീനായി, മത്ത് പിടിച്ച തലയ്ക്ക്. ഇവനാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ഇവനെങ്ങനെയൊക്കെ പിടിച്ചിരിക്കുക ഫ്രണ്ട്സിലായിട്ട് ഇരിക്കുന്നവരെ കൊണ്ട്. അപ്പൊ ഞങ്ങളിപ്പം പോകുന്നത് കാപ്പാടിലേക്കാണ്. ഇനി കാപ്പാടിൽ എവിടെയെങ്കിലും ഒരു റിസോർട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെ ഡ്രൈവറായിട്ട് നമ്മുടെ കുഞ്ഞുവിന്റെ മാസി സെറ്റായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്. മാസിനെ കാണിച്ചുതരാം. മാസി ഫുൾ ചില്ല്. മാസി എന്തോ ട്രിപ്പിനൊക്കെ വന്ന പോലെ ഫുൾ ട്രിപ്പ് മൂടായിക്കിന്. അല്ല, ഞാൻ അത്ര നേരം ഉറങ്ങിയേനു. വല്ലതും ഉണ്ടോ? കിട്ടിയോ റിസോർട്ട്? അപ്പൊ എത്തില്ലല്ലേ കള്ളന്മാരെ? ഞാൻ എന്നെ വെറുതെ എണീപ്പിച്ചു. അപ്പൊ ഞങ്ങൾ ഇതാ ഇങ്ങനെ കാപ്പാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദാ ഈ റോഷിനും ഈ അഞ്ജലിയും പിള്ളേര് സിപ്പപ്പ്, കുട്ടികളുടെ കയ്യിൽ സിപ്പപ്പ് കണ്ടിട്ട് ഞങ്ങള് സിപ്പപ്പ് വാങ്ങാൻ പോവാ. പക്ഷെ അത് വേറെ സിപ്പപ്പാ, നമ്മളെ പഴയ സിപ്പപ്പ്. ഓറഞ്ച് മഞ്ഞ. ഇവര് കുട്ടികളെ കയ്യിൽ സിപ്പപ്പ് കണ്ടിട്ട് കൊതിയിട്ട്. ഇനിയിപ്പോ ഞങ്ങള് സിപ്പപ്പ്, ഇതിപ്പോ റിസോർട്ടല്ല, ഇതിപ്പോ സിപ്പപ്പിന് പോകുന്നത്. ഇവിടെ ഏതെങ്കിലും ഷോപ്പിലുണ്ടാവും ചിലപ്പോ. ഞങ്ങൾ കാപ്പാടെത്തി. നമ്മളിപ്പം റിസോർട്ട് തപ്പി തപ്പി പോവാണ്. കാപ്പാട് ബീച്ച്. നമ്മൾ വേറൊരു റിസോർട്ട് ഇല്ലല്ലോ, ഇത് വേറൊരു റിസോർട്ടാണ് നമ്മൾ നോക്കി വെച്ചതിൽ. നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ. ഇനി ഡേറ്റ് കിട്ടുമോ? പരിപാടിയൊക്കെ അല്ലേ. നമ്മൾ റിസോർട്ട് നോക്കി 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 നോക്കിയ ക്ഷീണത്തിൽ നമ്മളൊരു നാരങ്ങ സോഡ കുടിക്കാൻ പോകും. നാരങ്ങ സോഡ കുടിക്കട്ടെ. ഉപ്പിലിട്ടത് എല്ലാം ഇതാ, പുളിയച്ചാർ. അങ്ങനെ ഞങ്ങൾ കാപ്പാട് ബീച്ചിൻ്റെ ഭംഗിയും ആസ്വദിച്ചിട്ട് നാരങ്ങ സോഡ കുടിച്ചു ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ബീച്ചിന്. നോക്ക് ഗൈസ്, കുഞ്ഞാറ്റ ബസ്, കുഞ്ഞു ബസ്. പണ്ടത്തെ ബസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല രസമുണ്ട്. നൊസ്റ്റ് അടിച്ചു ഞങ്ങൾക്ക്. ചെറിയ ബസ്. ബസ്സൊന്നും കാണാത്തോടുന്ന് വരികയാണ്. സൺസെറ്റ്, സൺസെറ്റ്. എന്താ ഒരു വൈബ് സ്ഥലം, പക്ഷെ ആൾക്കാർ ശരിയില്ല. അതാണ് ഇവിടെ വർക്കലാക്കാനോ, ഇവിടെ വർക്കലാക്കിയ സീനേക്കും വയസ്സന്മാര് മൊത്തം സീന. അല്ലാമാര് ഡ്രസ്സൊക്കെ ഇട്ടുമ്പോ അയ്യോ. ഗൈസ്, നമ്മുടെ കാപ്പാട് അടിപൊളി സ്ഥലമാണ്, എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ശരിയില്ല. ഞങ്ങൾ തന്നെ എന്താ പറയാ, പോകുമ്പോ എല്ലാരും കാറിന്റെ ഉള്ളോട്ടേക്കൊക്കെ എത്തി നോക്കുക. പിന്നെ ഒരുമാതിരി നോട്ടം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെറുതായിട്ട് ഒരു അടിയായി. ഞങ്ങള് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ടേക്ക്, ഒരു ആപ്പല്ലേ വണ്ടി, ഒരു ഓട്ടോറിക്ഷക്കാരോടൊന്ന് മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ അയാള് എടുക്കൂലെന്ന് അങ്ങനെ പറഞ്ഞ് സീനാക്കി. കുടിച്ചിട്ടുണ്ട്. കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഈ കപ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ ഭാഗത്തേക്ക് വരേ വേണ്ട, അങ്ങനെ സീനാക്കി വിടാൻ സദാചാരക്കാര് അങ്ങനെയൊക്കെ.
ഹലോ എവ്രിവൺ. അപ്പം നമ്മൾ പിന്നെയും എത്തി. അഞ്ജലിക്ക് ഭയങ്കര എനിക്ക് വയ്യ. എല്ലാവർക്കും വയ്യ. അപ്പം നമ്മളിപ്പം ബീച്ചിലെത്തിയിട്ട് ഇതിപ്പം 90-80s അവിടെയാണ് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ തീരെ ഒരു ഇതില്ല, വീഡിയോയിൽ ക്ലാരിറ്റി ഇല്ല. അപ്പം നമ്മൾ ചായ കുടിച്ച് കാണാം. എന്തൊക്കെയോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ചായയും പഴംപൊരി പിന്നെ ചട്ടിപ്പത്തിരി അങ്ങനത്തെ ഐറ്റംസാണ്. ഹലോ ഗൈസ്, ഇതാണ് കോഴിക്കോട് വെല്യങ്ങാടിൻ്റെ ഉള്ളിലാണ് ഈ ഷോപ്പുള്ളത്. അപ്പം നമ്മളെ കാറ് പാർക്ക് ചെയ്തത് കുറച്ച് അവിടേക്ക്. അപ്പം അങ്ങോട്ട് നടക്കാം. ഇത് നൈറബി എന്ത് ചെയ്യുന്നുണ്ടാവും? അമ്മല്ലേനെ കൊണ്ട് ഇതിന് പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ റൂഷിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായി. നമ്മൾ ഷോപ്പൊക്കെ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മാസി എന്ന് പറഞ്ഞ ഡ്രൈവർ, ഞങ്ങൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായി ഗൈസ്. നമ്മൾ നൈറ ബേബിനെ ഇപ്പൊ കാണുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോവാണ് ഗൈസ്. എല്ലാവരും ഒന്ന് മിററിലേക്ക് നോക്കൂ. കുഞ്ഞൊരു ടോയ്സ് അതോ നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിരിക്കുന്ന ഗായ്സ്. അമ്മ ഷട്ടി അമ്മ ഷട്ട് മണീനെ കിട്ടി. മമ്പിച്ചാനി ഊഞ്ചമ്പോ ഇതെന്താണ് എടോ? ഒരു ഉമ്മത്താടോ സാധനം കൂടെ ഒരു ഉമ്മത്താള് മാസിത്ത മാസി സാധനം താ. അയ്യോ മാസി ഞാൻ കൈ എഴുകാണ്ട് എടുത്തു പോയി. കൊടുക്ക്, പെണ്ണിന് കൊടുക്ക്. അതൊരു പിടിച്ചു. ഓ പറ്റി വിട്ട് എന്താ കുഞ്ഞോ? കുട്ടീനെ അത് പഠിപ്പിച്ചു കൊടുക്കുള്ളൂ കാക്കാന്ന്. ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു റോഷി? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം? അടിപൊളി. ചത്ത ഗൈസ്, ഞങ്ങൾ ചത്തു. അപ്പോൾ എല്ലാവർക്കും ബൈ.